ഏജ് ഓഫ് സായി ആൻഡ് സതീഷ് ആർ ഇൻ ദ റേഷ്യോ 5:4. അതായത് നിലവിലുള്ള സായിയുടെയും സതീഷിന്റെയും വയസ്സുകളുടെ അംശബന്ധം എന്ന് പറയുന്നത് 5:4 എന്ന് പറയുന്നതാണ്. 3 years hence the ratio of their ages will become 11:9. അതായത് 3 വർഷങ്ങൾക്ക് ശേഷം അവരുടെ വയസ്സുകൾക്ക് എന്തുണ്ടാവും, വയസ്സുകളുടെ റേഷ്യോക്ക് ചേഞ്ചസ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് 11:9 എന്ന് പറയുന്ന റേഷ്യോട്ട് മാറും. അപ്പോൾ വാട്ട് ഈസ് ദ സതീഷ് പ്രസന്റ് ഏജ് ഇൻ ദ ഇയർ? അതായത് പ്രസന്റ് ഏജിലുള്ള സതീഷിന്റെ വയസ്സാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള വഴിയാണിത്. അപ്പോൾ പ്രസന്റ് ഏജിലുള്ള സായിയുടെയും സതീഷിന്റെയും വയസ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 5:4. അപ്പം ഈ സായിയുടെ ഈ 5 എന്ന് പറയുന്നത് സായിയുമായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റും ഈ 4 എന്ന് പറയുന്നത് സതീഷുമായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റുമാണ്. പറയുന്നത് ഈ 5ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. അതേപോലെ തന്നെ സതീഷിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് ഈ 4ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? സതീഷിന്റെ പ്രസന്റ് ഏജ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സതീഷിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതായത് സായി ഈസ് ടു സതീഷ് ഈസ് ഈക്വൽ ടു 5:4 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ സായിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് 5ഉം സതീഷിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് 4ഉം ആയിരിക്കും. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സതീഷിന്റെ അതായത് പ്രസന്റ് ഏജിലുള്ള റേഷ്യോ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സതീഷ് പ്രസന്റ് ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സതീഷിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള സതീഷിന്റെ പെർസെന്റേജിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ് 4 ആയതുകൊണ്ട് സതീഷിന്റെ ഏജ് എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള വാട്ട് ഈസ് ദ സതീഷ് പെർസെന്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ നോക്കുക. ഈ 21 എന്ന് പറയുന്നത് സതീഷിന്റെ പെർസെന്റേജ് ആണോ അല്ലയോ? 21 എന്ന് പറയുന്നത് ഒരിക്കലും 4ന്റെ മൾട്ടിപ്ലൈ അല്ല. അത് കാരണം ഈ 21 എന്ന് പറയുന്നത് എന്തല്ല, ആൻസർ അല്ല. 24 എന്ന് പറഞ്ഞ 4ന്റെ മൾട്ടിപ്ലൈ ആണ്. 21 അല്ല, 23 അല്ല. അപ്പോൾ 21, 23, 21 ഇതൊന്നും 4ന്റെ മൾട്ടിപ്ലൈ അല്ല. ഇവിടെ 4ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി 24 ആണ്. അതുകൊണ്ട് 24 ആയിരിക്കും ആൻസർ. അപ്പം ഇതിനകത്ത് ഈ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് കട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല.